ഹലോ ഫ്രണ്ട്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഓഗസ്റ്റ് 23 പരീക്ഷ അല്ലേ, ഡ്രൈവറുടെ പരീക്ഷ. അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് ഇന്നാണ് അവസാനിക്കുന്നത്. 11/06/2025. എല്ലാവരും തന്നെ ഈ കാറ്റഗറി നമ്പറായിട്ടുള്ള 4 കാറ്റഗറി നമ്പർ, അതിൽ ഒരു നമ്പർ മാത്രമേ ഞാൻ ഇതിട്ടുള്ളൂ. 043/2024 തുടങ്ങുന്ന നമ്പറാണ്. അപ്പോൾ അത് കമ്പനി ബോർഡ് LMV, അതേപോലെ കമ്പനി ബോർഡ് HMV ഹെവി ഡ്യൂട്ടി, അതേപോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് LDV, അതേപോലെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് HDV. ഈ 4 എണ്ണത്തിനും കൊടുക്കുക ഒരു സുവർണ അവസരമാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഈ 4ലും ഏതെങ്കിലുമൊക്കെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ ലിസ്റ്റാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വാങ്ങി മെയിൻ ലിസ്റ്റിൽ ഇടം നേടി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിൽ കാഴ്ച വയ്ക്കാൻ കഴിഞ്ഞാൽ, 25-30 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു റാങ്ക് തന്നെ കരസ്ഥമാക്കാനും പറ്റും. ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വപ്നം നമുക്ക് എന്താ പറയുക, യഥാർത്ഥമാക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നല്ല രീതിക്ക് പഠിക്കുക, നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. EVയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതുവരെയും PS ചോദിച്ചിട്ടില്ല. അപ്പോൾ EVയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, അതേപോലെ പുതിയ അമെൻമെൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളും, വെഹിക്കിളിൻ്റെ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ക്ലിയറായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മുന്നേറിയിൽ എത്താൻ പറ്റുള്ളൂ. പഴയ ആ ഒരു റാങ്ക് ഫയലും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പല കാര്യങ്ങളും വന്നു കഴിഞ്ഞു. റെഗുലേഷൻ 2017 മോട്ടോർ വെഹിക്കിൾ ആക്റ്റും മോട്ടോർ വെഹിക്കിൾ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂളും ഒക്കെ ആയിട്ട്. അപ്പോൾ 2019 അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട്. അതിൽ കുറേ ഫൈനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാലും കുറച്ചുകൂടി നല്ല ക്ലിയറായിട്ട് പഠിക്കാൻ പറ്റും. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചാലും പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു 65-75 മാർക്ക് നേടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ജില്ലാ തലത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും. ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ സ്റ്റേറ്റ് വൈഡ് ലെവലിലുള്ള കട്ട് ഓഫൊക്കെ നമ്മൾ കണ്ടു. 70ൻ്റെ മുകളിലാണ്, 70-85 ഇടയിലാണ് സ്റ്റേറ്റ് വൈഡ് ലെവലിൽ. അപ്പോൾ കുറച്ച് റാങ്ക് ലിസ്റ്റ് വിപുലീകരിക്കുകയാണെങ്കിൽ കട്ട് ഓഫ് കുറയും. ചെറിയ റാങ്ക് ലിസ്റ്റാണ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച്. കഴിഞ്ഞ HDV കമ്പനി ബോർഡിൽ 250-300 ഇടയ്ക്കാണ് ആൾക്കാർ ഉൾപ്പെടുത്തിയത്. എല്ലാവരെയും നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. അപ്പം അതിൻ്റെ എൻജിനിയറിംഗ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് എടുത്തു. അതേപോലെ തന്നെ LMVയുടെ കാര്യം എടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ടായിരുന്നു. 220 സംതിങ് ആൾക്കാർ വരെ എടുത്തു എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. എല്ലാവർക്കും അഡ്വൈസ് ചെയ്യപ്പെട്ടു. പിന്നെ ആനുപാതികമായ സപ്ലിമെൻ്ററിന് എടുത്തു. പിന്നെ LDVയുടെ കാര്യം, HDVയുടെ കാര്യം വളരെ ഷോക്കാണ്. പല ജില്ലകളിൽ ചെറിയ ചെറിയ ലിസ്റ്റ് ഇട്ട് അത് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. അത് റാങ്ക് ലിസ്റ്റ് കട്ടായി. അതേപോലെ തന്നെ ചില ജില്ലകളിൽ ഇനിയും എടുക്കാനുണ്ട്. ആ ഒരു നിലയിലാണ്. പിന്നെ LDV വളരെ ശോകമാണ്. 10, 30, 20, 15 അഡ്വൈസ് മാത്രമേ ആയിട്ടുള്ളൂ. മറ്റുള്ള ചാനലുകാരൊക്കെ ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്, നല്ല വേക്കൻസി ഉണ്ട്, 1000 വേക്കൻസി ഉണ്ട് പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നന്നായിട്ട് എനിക്കറിയാം. പാലക്കാട് പോലുള്ള ജില്ലകൾ, തൃശ്ശൂർ പോലുള്ള ജില്ലകൾ വളരെ ശോകമാണ്. കാരണം വെച്ചാൽ 15 വർഷത്തിൻ്റെ ആ ഒരു ഇത് വന്നതുകൊണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പൊളിക്കൽ നയം വന്നതുകൊണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റിനും ഇപ്പോൾ വണ്ടി ഇല്ലാത്തൊരവസ്ഥയാണ്. എമർജൻസി സർവീസ് പോലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസും, അതേപോലെ ഫയർ ഫോഴ്സും അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് അലോട്ട് ചെയ്യും. കാരണം വെച്ചാൽ വേറെ വണ്ടിയിൽ അത് പറ്റില്ലല്ലോ, പ്രൈവറ്റ് വണ്ടി വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ ഇതാകുമ്പോൾ കരാർ വാഹനത്തിലൂടെ അവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അതുകൊണ്ട് അവർ മാക്സിമം കരാറിലൂടെ ഡ്രൈവറോട് കൂടിയാണ് ഇപ്പോൾ വാഹനം വാടകയ്ക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഡ്രൈവർ ഒരു വണ്ടി വാങ്ങിച്ച് പിന്നെ ഡ്രൈവർക്ക് ശമ്പളം കൊടുത്ത് അങ്ങനെ ആ ഒരു കാര്യം ഒന്നും ചിന്തിക്കുന്നില്ല. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് സർവീസിലെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ തസ്തികകൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ വളരെ കുറേ വേക്കൻസികളൊക്കെ അബോളിഷിങ് എന്നുള്ള നിലയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തസ്തിക ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു തസ്തിക ഇല്ലാതാക്കി മറ്റൊരു തസ്തികയ്ക്ക് ആ ലെവലിലേക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ശമ്പളം 25,100 ബേസിക് വരുന്നത് കേട്ടോ. അതിൻ്റെ 25,100. കമ്പനി ബോർഡാണെങ്കിൽ അതാത് ബോർഡ് കമ്പനികൾ തീരുമാനിക്കുന്ന ആ ഒരു ബേസിക്കാണ് വരിക. ഓക്കെ, അതിന് മാറി മറിയാം. KSFE പോലുള്ള KSEB പോലുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഗണ്യമായ ശമ്പളമായിരിക്കും, അധികമായ ശമ്പളമായിരിക്കും, അലവൻസ് കൂടുതലായിരിക്കും. ബാംബു കോർപ്പറേഷൻ, അതേപോലെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ പോലുള്ള ചെറിയ ചെറിയ കമ്പനികൾക്ക്, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് പോലെ ബേസിക് ആയിരിക്കും. പിന്നെ ചില കമ്പനികളിൽ, അതോറിറ്റീസിലൊക്കെ LDVയുടെ അതേ സ്കെയിൽ 25,100 കൊടുക്കുന്നുണ്ട്, വാട്ടർ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോരോ ഇത് വരുന്നുണ്ട്. പിന്നെ LDV വേരിയസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ 25,100, HDV വേരിയസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ 25,100. HDVയിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്.
പക്ഷേ ഇപ്പോൾ നിലവിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന നിലയ്ക്കാണ് നിൽക്കുന്നത്. പല ജില്ലകളിലും അതിന് പിന്നിൽ ഉദ്യോഗാർത്ഥികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക ദീർഘവീക്ഷണമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക, നല്ല രീതിക്ക് വർക്ക് ചെയ്ത് എന്താ പറയുക നല്ല രീതിക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഓഗസ്റ്റ് 23 പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ഇപ്പം തന്നെ കേട്ടോ. നാളേക്ക് അല്ലെങ്കിൽ അടുത്ത 1 മണിക്കൂറിൽ മാറ്റി വെച്ചാൽ മറന്നു പോകും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ കഫേലെ വിളിച്ച് നിങ്ങളുടെ PSC ID പറഞ്ഞു കൊടുത്ത് കൺഫർമേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെട്ട് പാഴായി പോവും. ഇനിയിപ്പോൾ വിളിക്കുന്നെങ്കിൽ ചിലപ്പോൾ മിക്കവാറും 3 മുതൽ 5 വർഷം വരെയൊക്കെ ആവാം. ഡ്രൈവർമാരുടെ സ്വപ്നം എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കിപ്പോൾ പല ആൾക്കാരും ഏജ് പറയായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു വീഡിയോ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും മറക്കാതെ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.